മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ബറോസ് 3D ഇറങ്ങാൻ പോകുന്നു. ഈ നൈമിഷികമായ സാഹചര്യത്തിൽ ഫാൻസുകാരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഫാൻസുകാരെന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഫാൻസുകാരാണ് മോഹൻലാലിനുള്ളത്. അതിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസും 2 ഒറിജിനൽ ഫാൻസും. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മോഹൻലാലിൻ്റെ മാസ് മസാല പടങ്ങൾ മാത്രം കണ്ട് അദ്ദേഹത്തിൻ്റെ ഇടിയും തൊഴിയും മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഫാൻസ്. ഇവരൊന്നും മോഹൻലാലിൻ്റെ യഥാർത്ഥത്തിലുള്ള നല്ല കലാപരമായിട്ടുള്ള സിനിമകളോ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. അവരിനിയൊട്ട് കാണാനും പോകുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ആരാധകർ എന്ന് പറഞ്ഞാൽ അവരെ എന്തുകൊണ്ടാണ് ഒറിജിനൽ ആരാധകർ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ചെറുപ്പം തൊട്ടേ മോഹൻലാലിൻ്റെ അതായത് പ്രണയ സിനിമകൾ അല്ലെങ്കിൽ മാസ് മസാല സിനിമകൾ അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലായിട്ടുള്ള സിനിമകൾ എല്ലാം കണ്ട് വളർന്നവരാണ്. അതായത് ചിത്രം പോലുള്ള സിനിമകളായിക്കോട്ടെ, സതയമായിക്കോട്ടെ, ഗുരു ആയിക്കോട്ടെ, സ്ഫടികമായിക്കോട്ടെ, നരസിംഹമായിക്കോട്ടെ, വാനപ്രസ്ഥമായിക്കോട്ടെ, ലാസ്റ്റിറങ്ങിയ മലൈക്കോട്ടെ, വാലിബനായിക്കോട്ടെ, എല്ലാ സിനിമകളും അത് ഏത് ടൈപ്പ് സിനിമയാണോ അതിനെ ആ രീതിയിൽ ആസ്വദിക്കാൻ അറിയാവുന്നവരെയാണ് യഥാർത്ഥ മോഹൻലാൽ ഫാൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ ഇതൊരു 3D സിനിമയാണെന്നറിയാലോ. ഇതൊരു ഫാൻറ്റസി ടൈപ്പ് മൂവിയാണ്. അതായത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതും ഈ പറഞ്ഞ ഫാൻസുകാർ അതായത് ഏത് ടൈപ്പ് സിനിമയും അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്ന ഒരു സിനിമയാണ്. ഈ മാസ് മസാല സിനിമകൾ മാത്രം മോഹൻലാലിൻ്റെ മുണ്ടും അടക്കി കുത്തിയുള്ള ഇടിയും തൊഴിയും മാത്രം കണ്ടു വളർന്ന ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസുകാരുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ ബറോസ് ഇറങ്ങുന്ന തിയേറ്ററിൻ്റെ പരിസരത്ത് പോലും വരാൻ പാടില്ല എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് പിള്ളേർക്കുള്ള സിനിമയാണ്, ജസ്റ്റ് ഒരു കാർട്ടൂൺ ആണെന്നോ ഗെയിം ആണെന്നോ ഒക്കെ ട്രെയിലർ കാണുമ്പോൾ ഓരോരുത്തരും പറയുന്നുണ്ട്. അതെ, കാർട്ടൂണാണ്, ഗെയിമാണ്, നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ തിയേറ്ററിൻ്റെ പരിസരത്തേ വരരുതേ. കാരണം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാരണവശാലും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ തിയേറ്ററിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അജി ഇതെന്ത് പടമാണ്, ഊളപ്പടമാണ്, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ നിങ്ങൾ പറയും. ഇത് കേൾക്കുമ്പം ഈ സിനിമ കാണാൻ വേണ്ടി അതായത് അതിനെ ആ രീതിയിൽ ആസ്വദിക്കാൻ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങൾ പക്ഷേ നാളെ മാർവലിൻ്റെ സിനിമാസ്, ഡിസ്നിയുടെ സിനിമാസ്, ഉദാഹരണത്തിന് സ്പൈഡർമാനോ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് പോലുള്ള സിനിമകളോ, ലൈഫ് ഓഫ് പൈയോ അങ്ങനെയുള്ള ഫാൻറ്റസി ടൈപ്പ് മൂവികളുണ്ടല്ലോ, വിദേശത്തുനിന്ന് വരുന്ന സിനിമകൾ, ജംഗിൾ ബുക്ക് ആയിക്കോട്ടെ, അതുവരെ നിങ്ങൾ പോയി ആസ്വദിക്കും. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് സിനിമകളാണെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കും. വാവ് ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞ് വാട്ട് എ മ്യൂസിക്, വാട്ട് എ പിക്ചർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പുകഴ്ത്തിപ്പാടലായിരിക്കും. പക്ഷേ നമ്മുടെ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും ഇതെന്തോന്നടേ ഇത് ഒരുമാതിരി കാർട്ടൂൺ പോലെ ഇരിക്കുന്നതെന്ന് പറയുന്ന 2 ടൈപ്പ്, അതായത് ഡുവൽ പേഴ്സണാലിറ്റി, ഡുവൽ തെണ്ട ഡിസോർഡർ ഉള്ള ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ചും പോകരുത്. ഈ ബറോസ് എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അണിയറ പ്രവർത്തകർ നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട്, ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ്, ഇത് മോഹൻലാലിൻ്റെ കൂടത്തിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട്, ഇതൊരു മാജിക്ക് പോലുള്ള സിനിമകളാണ്, ഹാരി പോട്ടറൊക്കെ പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിന് കൈയടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളാണെന്ന് അവർ നാഴിക്ക് 40 വട്ടം പറയുന്നുണ്ട്. അപ്പം നിങ്ങളായിക്കോട്ടെ, നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച സിനിമ അല്ലെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതായത് നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി വേണം, നിങ്ങൾ കയറിയിരിക്കുന്നത് വെജിറ്റേറിയൻ ഹോട്ടലാണ്, അവിടെ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്, അതിനകത്ത് കയറിയിരിക്കുമ്പോഴത്തേക്കും ബിരിയാണി ഉണ്ടോ, ചിക്കൻ ബിരിയാണി ഉണ്ടോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ കയറിയിരിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വെജിറ്റേറിയൻ ബിരിയാണി ഉള്ളതെന്ന് പറയും, കൊണ്ട് തരുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും. കഴിച്ചതിന് ശേഷം പറയും ഇതിനകത്ത് ചിക്കൻ ഇല്ലെന്ന് പറയും. എന്തോന്നടേ ഇതൊക്കെ? അതാണ് ഈ സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇനി ഞാൻ മറ്റൊരു പ്രഡിക്ഷൻ പറയാം. ഈ സിനിമ ഒരു പക്ഷേ ഈ ഫാൻസുകാർ കയറി പൊട്ടിച്ച് നശിപ്പിച്ചെന്ന് വെച്ചോ, സോഷ്യൽ മീഡിയ വഴി എല്ലാ ഇവന്മാർ നെഗറ്റീവ് അടിച്ച് നശിപ്പിച്ച്, പക്ഷേ ഈ സിനിമ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പക്ഷേ ഹിറ്റാവും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ യഥാർത്ഥ ഫാനായിട്ടുള്ള ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു കാരണവശാലും ഇതുപോലെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ട്രെൻഡൊക്കെ അറിയാമല്ലോ, ഈ മാസ് മസാല, ഇടി തൊഴി വെടി, അത് മാത്രം അവർക്ക് ഇഷ്ടമുള്ളൂ, വേറെ ഒരു സാധനം ഇഷ്ടമില്ല. അവരെ എൻഗേജ്ഡായിട്ട് ഇരുത്തണമെങ്കിൽ വലിയ പാടാണ്. ഒന്നാമത്തെ കാര്യം ഇൻസ്റ്റാഗ്രാം വന്നതിൽ പിന്നെ എല്ലാവർക്കും ഒരു സെക്കൻഡ് പോലും, ഒരു ശക്കലം നേരം പോലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ഡയലോഗ്, കാമുകയും കാമുകനും തമ്മിലുള്ളൊരു ഡയലോഗ് ഒരു 5 മിനിറ്റ് നീണ്ടു പോയി കഴിഞ്ഞാൽ ഇമാർക്ക് ബോറടിക്കും, ഇമാർ ഫോൺ എടുക്കും, തോണ്ടും. അവരിപ്പോൾ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ പോലും അവർ കയറാറില്ല. അവർ പൊതുവെ ഇൻസ്റ്റൻ്റായിട്ട് ടക്ക ചെയ്യുന്ന കാര്യങ്ങൾ നടക്കണം. ഇതുപോലെ ഈ പണ്ടത്തെ സിനിമകൾ പോലെയുള്ള കുറച്ച് നേരം സംസാരിച്ചിരിക്കുന്ന സീനുകളൊന്നും അവർക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള പിള്ളേരുടെ അഭിപ്രായം പൊതുവെ കേൾക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വലിയ മാസ് മസാല എന്നുള്ള പ്രതീക്ഷയിലൊന്നും ഒരു കുഞ്ഞുങ്ങളും പോകാൻ പാടില്ല. പിന്നെ ഇവരുടെ വാക്കും കേട്ടിട്ട് ആരെങ്കിലും പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ OTT വരുമ്പോൾ ഇത്ര നല്ല സിനിമയാണ് ഇവന്മാരെല്ലാവരും കൂടെ നശിപ്പിച്ചതെന്ന് ചോദിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു ടെസ്റ്റും കൂടെ ഉണ്ട്. ഇതൊരു 3D സിനിമയാണ്. 3D എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഈ ARM ആയിക്കോട്ടെ, ഈ രാഷ്ട്രീയ കങ്കു ആയിക്കോട്ടെ, ഈ സിനിമകളെല്ലാം 2Dയിലാണ് എടുക്കുന്നത്. 2Dയിൽ ചിത്രീകരിച്ചതിന് ശേഷം 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉള്ളൂ. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ബറോസ് എന്ന് പറഞ്ഞാൽ സന്തോഷ് ശിവനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സന്തോഷ് ശിവനെ അറിയാൻ മേലാത്തൊരാരും കാണത്തില്ലല്ലോ. നൂർജനെ അറിയാവില്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറഞ്ഞ യഥാർത്ഥ ഫാൻസുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വിഷ്വൽ ഞാൻ ഈ കങ്കുവ സിനിമ കണ്ടപ്പോഴത്തേക്കും കണ്ടായിരുന്നു. പക്ക എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റിയാണ്. അപ്പോൾ അതാണ് യഥാർത്ഥ 3D. ഈ 3D നിങ്ങൾ ആസ്വദിക്കാതെ നാളെ OTT വന്ന് കുത്തിയിരുന്നിട്ട് ഈ സിനിമ കണ്ടു കഴിയുമ്പം 3D എവിടെയെന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ വേറൊന്നും പറയുന്നില്ല. അമ്മാർ 3D സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് അത് കാണാതെ വീട്ടിൽ വന്നിരുന്നിട്ട് 3D എഫക്റ്റ് കിട്ടിയില്ല എന്ന് പറയുന്ന കുറേ പൊട്ടന്മാരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അതിൻ്റേതായ രീതിയിൽ കാണണമെന്നും ആസ്വദിക്കണമെന്നും ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ പക്ക തിയേറ്ററിൽ പോയി കാണുക. നാളെ OTT വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D കിട്ടത്തില്ല. അവസാനമായിട്ട് ഒന്നേ പറയാനുള്ളൂ, മോഹൻലാലിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അത് നല്ല ഒന്നാന്തരം പെർഫെക്റ്റ് ആയിരിക്കും എന്നെനിക്ക് 100% വിശ്വാസമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഊള ഫാൻസുകാർക്ക്, ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസുകാർക്ക് ഒരു കാരണവശാലും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നിങ്ങളൊരു കാരണവശാലും പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.